ദയവായി ഈ വീഡിയോ ഒരു സ്ക്രീനിൽ കാണാൻ ശ്രമിക്കുക. അതിനായി വലതുവശത്ത് താഴെയായുള്ള ഈ ഒരു ചിഹ്നത്തിൽ അമർത്തുക. തിരിച്ച് പഴയതുപോലെ ആകണമെങ്കിൽ വലതുവശത്തിൽ കാണുന്ന ഈ ഒരു ചിഹ്നത്തിൽ അമർത്തുക. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വൃഷഭാദ്രിപുരം എന്ന ഒരു നഗരത്തിനെ പറ്റിയാണ്. അതിനെ തെൻ കൈലാസം എന്നും പറയാറുണ്ട്. കൂടുതലൊന്നും ചിന്തിക്കേണ്ട, ആ ഒരു നഗരം എന്ന് പറയുന്നത് നമ്മുടെ തൃശ്ശൂർ പേരൂർ, അതായത് തൃശ്ശൂർ എന്ന നഗരത്തിനെയാണ് അങ്ങനെ പറയുന്നത്. പുരാണ കാലത്ത് വൃഷഭാദ്രിപുരം എന്നാണ് തൃശ്ശൂർ അറിയപ്പെടുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തൃശ്ശൂരിനെ പറ്റി, ഞാനിപ്പോൾ തൃശ്ശൂർ ജില്ലയാണ്, അപ്പോൾ തൃശ്ശൂരിനെ പറ്റിയിട്ട്, നമ്മുടെ ജില്ലേനെ പറ്റിയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന, അതായത് പെട്ടെന്ന് അറിയാനുള്ളത്, ഒരു ജനറൽ നോളജ് എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയാകുന്നത്. അതായത് ഇപ്പോൾ പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ജില്ലയിലത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് 31 ലക്ഷത്തോളം വരും. പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ ഒരു നഗരസഭ, 7 മുനിസിപ്പാലിറ്റി, 7 താലൂക്ക്, 16 ബ്ലോക്ക്, 86 പഞ്ചായത്ത്, 255 വില്ലേജ്, അങ്ങനെയൊക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് ഏതൊക്കെയാണെന്ന് അറിയണമെങ്കിൽ നമുക്ക് ഒന്നിലേക്ക് ഗൂഗിൾ ചെയ്ത് നോക്കേണ്ടി വരും. അങ്ങനെ നോക്കിയാലും നമുക്ക് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു ജില്ലയിൽ എത്ര സ്കൂളുണ്ട്, കോളേജ് ഉണ്ട്, ബാങ്ക് ഉണ്ട്, ഹോസ്പിറ്റൽസ് ഉണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ഒരു സൈറ്റ് അല്ലെങ്കിൽ സെർച്ച് ചെയ്യാനായിട്ട് കിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഗൂഗിളിൽ തന്നെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ ഏതാണ് ജില്ല, ഇപ്പൊ ഞാൻ ഇപ്പോൾ തൃശ്ശൂർ ജില്ലേനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ അതിൽ നമ്മൾ thrissur.nic.in എന്ന വെബ്സൈറ്റ് എടുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ജില്ലയെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അവിടെ കാണാൻ പറ്റും. ഈ ഒരു സൈറ്റ് ഇംഗ്ലീഷിൽ മാത്രമല്ല മലയാളത്തിലും കിട്ടും. അപ്പൊ അത് മാറ്റാനുള്ള ഓപ്ഷൻ റൈറ്റ് സൈഡിലെ ഏറ്റവും മുകളിലായിട്ട് കാണാം. അത് എല്ലാ പേജിലേക്ക് നമ്മൾ ലിങ്ക് ചെയ്തെടുക്കുമ്പോൾ അതിൽ മാറ്റാനുള്ള ഓപ്ഷൻ മുകളിലായിട്ട് ഉണ്ടാവും. അത് മാറ്റി കൊടുത്താൽ നമുക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ മെയിൻ വെബ്സൈറ്റിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും. അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലത്തെ കളക്ടർ ആരാണ്, ആളുടെ പേരെന്താണ്, ആൾക്ക് എന്തെങ്കിലും നിവേദനമൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ ഇതിൽ കൂടെ നമുക്ക് എങ്ങനെ അത് ചെയ്യാം എന്നൊക്കെ ഇതിൽ കറക്റ്റായി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യമേ പറയുന്നുണ്ട് നമ്മുടെ ജില്ലേനെ പറ്റിയിട്ട്. പുരാണ കാലത്ത് തെൻ കൈലാസം അല്ലെങ്കിൽ വൃഷഭാദ്രിപുരം എന്ന പേരാണ് തൃശ്ശൂരിനുണ്ടായത്. തെൻ കൈലാസം എന്ന് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ തൃശ്ശൂരിലുള്ള വടക്കുന്നാഥ ക്ഷേത്രത്തിനെ പറ്റി എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ ആ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് കൈലാസം എന്നൊരു പേര് വരുന്നത്. അപ്പൊ നമുക്ക് ആ സൈറ്റ് എടുത്ത് നോക്കാം. ഞാൻ ഇപ്പോൾ മൊബൈലിലാണ് അത് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ ആ സൈറ്റിന്റെ അഡ്രസ്സ് നമ്മൾ ഇതിൽ അടിച്ചു കൊടുക്കുക, thrissur.nic.in. അപ്പൊ അതിൽ നമുക്ക് ഒരുവിധം ജില്ലയെ കുറിച്ചുള്ള ആദ്യത്തെ കുറച്ച് നോട്ട്സ് ഒക്കെ കാണാം. നമുക്ക് ഇംഗ്ലീഷിലാക്കണമെങ്കിൽ ഇംഗ്ലീഷിലാക്കാൻ മുകളിൽ ടോപ്പിലായിട്ട് ലാംഗ്വേജ് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇപ്പൊ എന്തൊക്കെ നടന്നു, പുതിയതായിട്ട് എന്തൊക്കെ അതിൽ നടന്നുണ്ട്, അതിനെ പറ്റിയുള്ള ചെറിയൊരു നോട്ടിഫിക്കേഷൻ പോലെ നമുക്കത് കാണിച്ചു തരുന്നുണ്ട്. എന്തൊക്കെയാണ് പുതിയതായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടന്നാക്കുന്നത്. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്ത് അതിന്റെ കറസ്പോണ്ടിങ് ഡീറ്റെയിൽസ് നമുക്ക് അതിൽ കിട്ടും. പിന്നെ അതുപോലെ തന്നെ ജില്ല ഒറ്റനോട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിസ്തീർണം, ജനസംഖ്യ, സാക്ഷരതാ നിരക്ക്, റവന്യൂ, താലൂക്ക്, നഗരസഭ, മുനിസിപ്പാലിറ്റി, അങ്ങനെ ഒരു ഇതെല്ലാ കാര്യങ്ങളും അതിലുണ്ടാവും. അതിൽ എത്ര എണ്ണാന്നും അതിലുണ്ടാവും. അതുപോലെ തന്നെ പൊതുപയോഗം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയും കുറച്ചൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ അതിലേക്ക് കാണിക്കുന്നുണ്ട്. അപ്പൊ ഓരോ ലിങ്കിലും ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ഡീറ്റെയിൽസ് ആയിട്ടുള്ള പേജുകൾ ഓപ്പൺ ചെയ്ത് വരും. പിന്നെ അതുപോലെ തന്നെ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ അതിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അറിയണ നമ്പേഴ്സ് കൂടാതെ അറിയാത്ത കുറച്ച് ഹെൽപ്പ് ലൈൻ നമ്പേഴ്സും കൂടി ഇതിൽ കാണാം. പിന്നെ അതുപോലെ തന്നെ ചിത്രസഞ്ചയം, അത് ഗാലറി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തൃശ്ശൂർ എന്ന ജില്ലയിൽ വിനോദസഞ്ചാര മേഖലകൾ, അങ്ങനെ അതിനെ പറ്റിയുള്ള ഒരു ടൂറിസം ബേസ്ഡ് ഫോട്ടോസും കാണാം. ഇത്രയൊക്കെയാണ് ഇതിൽ വരുന്നത്. അതുപോലെ നമ്മളിപ്പോൾ ഇതിൽ ഏതെങ്കിലും മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ലിസ്റ്റ് കിട്ടും. ഇപ്പൊ ഇതിൽ 7 മുനിസിപ്പാലിറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും കിട്ടും. അതിലിപ്പോൾ നമ്പർ ഉണ്ടാവും, ആ മുനിസിപ്പാലിറ്റി ഏതാണെന്നുണ്ടാവും, അതിന്റെ ഫോൺ നമ്പർ അല്ലെങ്കിൽ മെയിലോ അല്ലെങ്കിൽ വെബ്സൈറ്റോ, അത് ഏതൊക്കെയാണോ അവർ കൊടുത്താക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അവിടെ ലിസ്റ്റ് കിട്ടും. അതിൽ ആഡ് ചെയ്ത് മാത്രമാണ് നമുക്ക് ഈ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുള്ളൂ. മുനിസിപ്പാലിറ്റി കേസ് അങ്ങനെ. ഇനി അടുത്ത് നമ്മൾ വില്ലേജ് ആണ് എടുക്കുന്നത്. അപ്പൊ ഇതിൽ ടോട്ടലായിട്ട് 255 വില്ലേജ് ഉണ്ടെന്ന് നമുക്ക് കാണാം. അതുപോലെ തന്നെ ലാംഗ്വേജ് മാറ്റണമെങ്കിൽ മാറ്റാം. അപ്പൊ ഇതിൽ വില്ലേജും താലൂക്കും ആയിട്ടാണ് നമ്മൾ കാണിച്ചത്. അതായത് താലൂക്കിന്റെ അണ്ടറിലാണ് വില്ലേജുകൾ വരാം. ഇതിൽ എത്ര താലൂക്ക് ഉണ്ടെന്നും അതിനെ ഡിവൈഡ് ചെയ്തിട്ട് എത്ര വില്ലേജസ് ഉണ്ടെന്നും ഇതിൽ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ 7 താലൂക്കുകൾ ഇടാം. ഓരോന്നിനും എത്ര വില്ലേജസ് ഉണ്ടെന്ന് ആദ്യത്തെ ലിസ്റ്റിലുണ്ടാവും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ താലൂക്കിലും എത്ര
എത്ര വില്ലേജ് ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഫസ്റ്റ് തന്നെ താലൂക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ SL നമ്പർ ഉണ്ടാവും, ഡിസ്ട്രിക്ട് ഉണ്ടാവും, താലൂക്ക് ഉണ്ടാവും, അതിലുള്ള വില്ലേജസ് ഏതൊക്കെയാണെന്നുണ്ടാവും. അതുപോലെ തന്നെ ഈ വില്ലേജുകളുടെ ഡീറ്റെയിൽസ് വരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞ ഒരു താലൂക്കാണ് എടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എത്ര വില്ലേജ് ഉണ്ട്. ഇപ്പോൾ ഇതിൽ 18 കാണിക്കുന്നത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് താഴെ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ SL നമ്പർ ഉണ്ടാവും, അതുപോലെ തന്നെ ലോക്കൽ ബോഡി ഉണ്ടാവും, അതുപോലെ തന്നെ ഫോൺ നമ്പർ, മെയിൽ, ഈ ഡീറ്റെയിൽ ഒക്കെ അതിലുണ്ടാവും. ഇതൊക്കെയാണ് അതിൽ വരുന്നത്. ഇനി നമ്മൾ ബാക്കോട്ട് വന്നിട്ട് അതിൽ ഇവിടെ ആശുപത്രികൾ എന്ന് പറഞ്ഞ ലിസ്റ്റ് ഉണ്ട്. അതിൽ 60 ആശുപത്രികൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ തൃശ്ശൂർ ജില്ലയിലുള്ള 60 ആശുപത്രികളുടെ ഡീറ്റെയിൽ ആണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെയാണ് ആശുപത്രികളിൽ അതിന്റെ അഡ്രസ്സ്, മെയിൽ അഡ്രസ്സ്, ഫോൺ നമ്പർ, പിൻകോഡ്, പിന്നെ അവരുടെ വെബ്സൈറ്റുകൾ ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇവിടെ കാണിച്ചു തരും. പിന്നെ അടുത്ത് നമ്മൾ പറയുന്നത് കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയാണ്. ഈ ഒരു ജില്ലയിൽ അതായത് ഏതൊക്കെ സ്കൂൾ അല്ലെങ്കിൽ കോളേജ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഒക്കെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ ഇതുപോലെ തന്നെ അഡ്രസ്സും ഫോൺ നമ്പറും അതുപോലെ തന്നെ മെയിൽ അഡ്രസ്സും ഒക്കെ ഉണ്ടെങ്കിൽ അതായിട്ട് കിട്ടും. പിന്നെ ഇത് കൂടാതെ നമുക്ക് അതർ സർവീസ് എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ടാവും കുറച്ച് കാര്യങ്ങൾ. അത് വേറെ സേവനങ്ങൾ, അതായത് ഈ പഞ്ചായത്ത് തലത്തിലുള്ള എന്തെങ്കിലുമൊക്കെ സേവനങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിൽ നമുക്ക് ഈ സൈറ്റിൽ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും മുകളിലേക്ക് നമ്മൾ പോകാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു സൈറ്റ് മാപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു സൈറ്റിന്റെ മൊത്തമായിട്ടുള്ള ഒരു ഇൻഡെക്സ് ആണ് ഈ ഒരു സൈറ്റ് മാപ്പിൽ നമുക്ക് കിട്ടുക. കുറച്ച് താഴോട്ട് പോയി ഡയറക്ടറി എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. അതിൽ നമുക്ക് പിൻകോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ആ പിൻകോഡ് നമുക്ക് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓരോ സ്ഥലത്തെയും പിൻകോഡ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. അതായത് ഈ ഒരു പിൻകോഡ് ഏത് സ്ഥലത്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു ലിസ്റ്റ് ആയിട്ട് കിട്ടും. അതായത് ഏത് ഡിസ്ട്രിക്റ്റ് ആണ്, ഏത് പ്ലേസ് ആണ്, അവിടുത്തെ പിൻകോഡ് എത്രയാണെന്നൊക്കെ. ഇത്രയ്ക്ക് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ തൃശ്ശൂർ ജില്ലേനെ പറ്റി മാത്രമാണ് പറഞ്ഞത്. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലയെ പറ്റി അറിയണമെങ്കിൽ ഇതുപോലെ തന്നെ ആദ്യം തന്നെ നമ്മൾ ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് അതിൽ ആദ്യം നിങ്ങളുടെ ജില്ലയുടെ പേര് അടിക്കുക. അത് കഴിഞ്ഞിട്ട് .nic.in അടിക്കുക. ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ ഞാൻ കൊല്ലം ജില്ലയിലാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ കൊല്ലം എന്ന് ടൈപ്പ് ചെയ്ത് .nic.in അടിച്ചു. അപ്പോൾ ഇതുപോലെ തന്നെ ആ ജില്ലേനെ പറ്റിയുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെബ്സൈറ്റ് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ്. ഇതിൽ ഡാറ്റ ഒരുവിധം കറക്റ്റാണ്. ഒരാ സൈറ്റിൽ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഇതിൽ കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ ഫോളോ ചെയ്യുക. താങ്ക് യു.